ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും വീട്ടുവളപ്പിലുമൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു മനോഹരമായ ചെടിയുടെ വീഡിയോയുമായിട്ടാണ്. നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മളിൽ പലരും ഇത് വലിയ കാര്യമാക്കാറില്ല. വീട്ടുവളപ്പിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഈ ചെടി ഇത്രത്തോളം ഭംഗിയുള്ള പൂക്കൾ തരുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഗാർഡനിൽ നല്ലൊരു സ്ഥാനം നൽകാവുന്നതാണ്. ഇത് മഴക്കാലത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. മഴക്കാലം കഴിയുന്നതോടുകൂടി ഇത് നശിച്ചു പോവുകയും ഇതിൻ്റെ കിഴങ്ങ് ബാക്കിയാവുകയും ആ കിഴങ്ങിൽ നിന്ന് മഴ വരുമ്പോൾ തൈകൾ വരികയാണ് ചെയ്യുന്നത്. ഒരു കിഴങ്ങ് മതി ഈ പോട്ട് നിറയെ നമുക്ക് ചെടി വളർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ കിഴങ്ങ് ശേഖരിച്ച് വെക്കുകയും ചെയ്യാം. ഇതിപ്പോൾ കണ്ടില്ലേ, എൻ്റെ വീട്ടുവളപ്പിൽ തന്നെ ധാരാളമുണ്ട് ഈ ഒരു ചെടി. മലയാളത്തിൽ ഇതിനെ കമ്മൽ ചെടി എന്നാണ് അറിയപ്പെടുന്നത്. കമ്മൽ പോലെയുള്ള പൂക്കളാണ് ഇതിലുള്ളത്. ഓറഞ്ചും മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കളാണ്. അതുപോലെ ഈ ചെടി വളർന്നു വരുന്ന ആ സമയം തൊട്ട് തന്നെ നിറയെ പൂക്കൾ ലഭിക്കുന്നു എന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത. നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അല്ലാതെ ചെടിച്ചട്ടികളിലും ഒക്കെ ഇത് വളർത്തിയെടുക്കുവാൻ പറ്റും. പിന്നെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗത്തും ഇത് നിറയെ പോകുമെന്നതാണ് പ്രത്യേകത. സാധാരണ നമുക്ക് ഈ പൂക്കളൊക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല സൺലൈറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? പക്ഷേ ഈ ഒരു ചെടിക്ക് അത്രത്തോളം ആവശ്യമില്ല. ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലും വെക്കാം. അതുപോലെ ഇൻഡോറിലും നമുക്കിത് പോട്ടിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ക്രൈസോതെമിസ് എന്നാണ് ഈ ഒരു ചെടിയുടെ പേര്. അതുപോലെ റോയൽ പാരഡൈസ് എന്നും ബ്ലാക്ക് ഫ്ലെമിൻകോ എന്നും സൺസെറ്റ് ബെൽസ്, കോപ്പർ ലീഫ് തുടങ്ങിയ പേരുകളിലൊക്കെ ഈ ചെടി അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ കമ്മൽ ചെടി എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പൂക്കൾക്ക് കമ്മലിനോട് സാദൃശ്യമുള്ളത് കൊണ്ടാവാം. ഈ ചെടിയുടെ ലീഫിന് എപ്പീഷ്യ പ്ലാന്റിൻ്റെ ലീഫിനോട് സാമ്യമുണ്ട്. നല്ല ഒരു കളറാണ്. അതുപോലെ എപ്പീഷ്യ പ്ലാന്റിൽ നിന്നും കുറച്ചുകൂടെ ഒരു വീതിയൊക്കെയുള്ള നീളമൊക്കെയുള്ള ഇലകളാണ് ഈ ഒരു ചെടിക്ക് ഉണ്ടാവുന്നത്. പക്ഷേ ഇത് വള്ളിപ്പടർപ്പുകളായിട്ട് പടർന്നു പോകുന്നില്ല. എപ്പീഷ്യ പോലെ ഇങ്ങനെ പടർന്നു പോകുന്നില്ല. ഇത് കുറ്റിച്ചെടികളായിട്ട് തന്നെയാണ് കാണുന്നത്. വീട്ടുവളപ്പിലൊക്കെ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇവിടെ തന്നെ ധാരാളം ഈ ഒരു ചെടി തന്നെ കാണാം. ഞാൻ കാണിക്കാം. കണ്ടില്ലേ, ഈ ചെടിയുടെ ഫാമിലി ഗസ്നേറേഷ്യ ഫാമിലിയാണ്. അതുപോലെ ഇതിൻ്റെ ജനസ് ക്രൈസോതെമിസ് ആണ്. ഇതിൻ്റെ ലീഫുകൾ കണ്ടില്ലേ, വളരെ നീളം കൂടിയ ലീഫാണ്. അതുപോലെ പേർപ്പിൾ കളറാണ് ഈ ലീഫിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. നല്ല ഒരു ചെടിയാണ്. നിറയെ ശാഖകളോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു കിഴങ്ങിൽ നിന്ന് തന്നെ ധാരാളം ചെടികൾ വരും. കണ്ടില്ലേ, ഇതിൻ്റെ തണ്ടുകൾക്ക് അല്പം കട്ടി കുറവാണ്. എങ്കിലും ഇത് മഴക്കാലത്തെ അതിജീവിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു ചെടിക്ക് സൺസെറ്റ് ബെൽ എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സൺസെറ്റിൻ്റെ സമയത്ത് സ്കൈയിലുണ്ടാവുന്ന ഒരു കളറുണ്ടല്ലോ, ഓറഞ്ച്, യെല്ലോ, റെഡ് ഒക്കെ കലർന്നിട്ടുള്ള ആ ഒരു കളറില്ലേ, ആ ഒരു കളറോട് കൂടിയിട്ടുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് സൺസെറ്റ് ബെൽ എന്ന പേര് വരാൻ കാരണം. അതുപോലെ കോപ്പർ ലീഫ് എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ആ ഒരു ലീഫിൻ്റെ പാറ്റേൺ ആണ്. ഇത് കണ്ടില്ലേ, ഒരു കോപ്പർ ടച്ചോട് കൂടിയിട്ടുള്ള ലീഫാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. നല്ല ഒരു ഭംഗിയുള്ള ഒരു ഫ്ലവേഴ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെടി നിങ്ങൾ എവിടെ കണ്ടാലും നമ്മൾ ശേഖരിക്കാൻ മടിക്കരുത്. കാരണം അത്രത്തോളം ഭംഗിയുള്ള ഒരു ചെടിയാണിത്. ഈ ചെടിയുടെ പുതിയ തൈ നട്ടുപിടിപ്പിക്കാൻ ഇതിൻ്റെ കിഴങ്ങ് തന്നെ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ കമ്പ് പൊട്ടിച്ചെടുത്ത് നമുക്ക് പുതിയ തൈ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം നട്ടു കൊടുത്താൽ എല്ലാ വർഷവും ആ ഒരു കിഴങ്ങ്, അതിൽ നശിക്കാതെ നിൽക്കുന്ന കിഴങ്ങിൽ നിന്നും ചെടികൾ വരികയും അതുപോലെ നിറയെ പൂക്കൾ വരികയും ചെയ്യും. വേനൽക്കാലമാവുമ്പോൾ ഈ ഒരു ചെടി കാണുകയേ ഇല്ല. എങ്കിലും ആ കിഴങ്ങ് അടിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ മഴക്കാലമാകുമ്പോഴേക്കും നന്നായിട്ട് നല്ല ഫ്ലവറോട് കൂടിയിട്ട് ഈ ചെടി വരുന്നതാണ്. അതുപോലെ ഏതൊരു സാഹചര്യത്തിലും, അതായത് നല്ല മഴയാണെങ്കിലും പിന്നെ ഒട്ടും സൂര്യപ്രകാശമില്ലാത്ത ഒരു സമയമാണെങ്കിലും ഇത് നന്നായിട്ട് പൂക്കുകയും ചെയ്യും. അതാണ്. അപ്പോൾ ഈ ഒരു പൂക്കളെ താങ്ങി നിർത്തുന്ന കപ്പുകളില്ലേ, അത് ദിവസങ്ങളോളം നിൽക്കും. പൂക്കൾ 1-2 ദിവസം കൊണ്ട് ആ യെല്ലോ കളർ പൂക്കൾ നശിച്ചു പോയാലും ആ കപ്പുകൾ അങ്ങനെ നിലനിൽക്കും. ആ കപ്പുകൾ കാണാൻ തന്നെ പൂക്കളെ പോലെ തന്നെ മനോഹരമാണ്.
അതുകൊണ്ട് തന്നെ ഈ ചെടി നമുക്കൊരിക്കലും ഒരു നഷ്ടമാവില്ല. എപ്പോഴും പൂക്കളുണ്ടെന്ന് തന്നെ തോന്നും ഈ കപ്പുകൾ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട്. എങ്കിലും അധികം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗത്താണ് ഉള്ളതെങ്കിൽ തണ്ട് ചീച്ചൽ പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അധികം വെള്ളം കെട്ടി നിൽക്കാത്ത ഭാഗത്തോട്ട് മാറ്റി നട്ടു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടു വളപ്പിലാണ് ഉള്ളത്. ഒട്ടും നശിക്കാതെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒന്നും വെള്ളമൊന്നും കെട്ടി നിൽക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും നല്ല ഫ്രഷായിട്ട് തന്നെ കണ്ടില്ലേ, നല്ല ഫ്രഷായിട്ട് ലീഫോട് കൂടിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള വളപ്രയോഗങ്ങളും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ്, ഒരു പരിചരണവും ആവശ്യമില്ലാത്ത ഒരു ചെടി കൂടെയാണ്. അപ്പോൾ തുടക്കക്കാർക്ക് പോലും ഈ ഒരു ചെടി നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഹാങ്ങിങ് പോട്ടിൽ വളർത്തുകയാണെങ്കിലും നല്ല ഭംഗിയിൽ പൂക്കളോട് കൂടി നിൽക്കും. അധികം ഹൈറ്റിൽ വളരാത്തത് കൊണ്ട് തന്നെ കുറ്റിച്ചെടികളായിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് കുറ്റിച്ചെടികളാക്കി നിലനിർത്തണമെങ്കിൽ ഹാങ്ങിങ് പോട്ടിലും അല്ലാതെ ചെടിച്ചട്ടികളിലും നമുക്കിത് വളർത്താവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.